ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 2023 കാർ കമ്പനികളുടെ സെയിൽസും അതുപോലെ 2022 കമ്പനികളുടെ സെയിൽസുമാണ്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ പോലെ. സാധാരണ നമ്മളെപ്പോഴും മന്ത്ലി സെയിൽസ് നോക്കാറുണ്ട്, ഇത് ഇയർലി സെയിൽസ് ആണ്. എന്തായാലും നമുക്ക് തുടങ്ങാം. 14 കമ്പനികളാണുള്ളത് ആൻഡ് 14th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ ജീപ്പാണ്. അതായത് 2023 എന്ന് പറയുന്ന വർഷത്തിൽ ഏറ്റവും കുറവ് വണ്ടികൾ വിറ്റിട്ടുള്ളത് ജീപ്പാണ്. 6690 വണ്ടികളാണ് ജീപ്പ് വിറ്റത്. പക്ഷേ അതേസമയം 2022 13,263 വണ്ടികളും ജീപ്പ് വിറ്റതായിരുന്നു. അതായത് 6573 വണ്ടികളുടെ നഷ്ടവും 49.56% ഡീഗ്രോത്ത് റേറ്റുമാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ 5 കമ്പനികൾക്കാണ് ഡീഗ്രോത്ത് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള കമ്പനി കൂടിയാണ് ഈ വർഷം വന്നിരിക്കുന്നതിൽ നമ്മുടെ ജീപ്പ്. 2023 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 2022. അപ്പോൾ അതാണ് ഇവരുടെ അവസ്ഥ. ആൻഡ് ഇനി അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി സ്റ്റെല്ലാനിസ് ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന അടുത്ത കമ്പനിയാണ് സെട്രോയിൻ. സെട്രോയിന് കഴിഞ്ഞ മാസം 9488 വണ്ടികൾ, കഴിഞ്ഞ മാസം എന്നാണ് പറഞ്ഞത്, കഴിഞ്ഞ വർഷം 2023 അത്രയും വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. ആൻഡ് 2022 6134 വണ്ടികളുടെ സെയിലായിരുന്നു ഇവർക്ക് കിട്ടിയത്. അത് പിന്നെ ഇവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ആകെ ഒറ്റ വണ്ടി ഉണ്ടായിരുന്നുള്ളൂ, C3. അതും കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്, പകുതിയൊക്കെ ആയപ്പോഴാണ് വന്നത്. അതുവരെ C5 എയർക്രോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പകുതിയിൽ നിന്നുള്ള സെയിൽസ് മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ 2022 എന്നുള്ളത്. പക്ഷേ എന്തായാലും കഴിഞ്ഞ വർഷം ഒരു ഡീസൻറ്റ് സെയിൽസ്, ഈ 9,000 എന്നൊക്കെ പറയുമ്പം, അതായത് ഒരു മാസം മെയിനായിട്ട് ഇവർക്ക് 1000 പോലും ആവറേജ് വന്നിട്ടില്ല. അതാണ് വേറൊരു കാര്യം. എന്നാലും കുഴപ്പമില്ല, അത്രയാണ് അവരുടെ സെയിൽസ്. വ്യത്യാസം 3354 വണ്ടികളുടെയും അതുപോലെ 54.68% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. സർപ്രൈസിംഗ്ലി കൂട്ടത്തിൽ ഏറ്റവും ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളത് ഈ കമ്പനിക്കാണ്. ഇനി അതെങ്ങനെ അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ലോ വോളിയം സെയിൽസ് ആണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരുമ്പോൾ നമുക്ക് മാക്സിമം ഗ്രോത്ത് പെർസെൻറ്റേജ് കൂടും. കൂടുതൽ സെയിൽസ് എന്നനുസരിച്ച് അവിടെ വ്യത്യാസം വരാണെങ്കിലും ഗ്രോത്ത് റേറ്റ് അത്ര അങ്ങോട്ട് മുകളിലേക്ക് കയറണമെന്നില്ല. ഇനി അടുത്തതായി 12th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ നിസാനാണ്. നിസാന് കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ വർഷം മൊത്തത്തിൽ 30,375 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. 2022 35,107 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. ചെറിയൊരു ഡീഗ്രോത്താണ്. 4,732 വണ്ടികൾ അവർ കുറവ് വിറ്റിട്ടുള്ളൂ. 13.48% അവർക്ക് വന്നിരിക്കുന്ന ഡീഗ്രോത്ത് റേറ്റ്. ആൻഡ് അത് നമ്മൾ ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് റേറ്റ് ആണെന്ന് പറയാം. പക്ഷെ എന്നാൽ പോലും കുഴപ്പമില്ല, കാരണം അവർ ഒരുപാട് താഴേക്കൊന്നും പോയിട്ടില്ല. ആകെ ഒറ്റ വണ്ടിയുള്ളൂ, മാഗ്നേറ്റ്. അത് വെച്ചാണ് ഇത്രയും സെയിൽസിൽ അവർ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിലും വേറെ വണ്ടി വന്നിരുന്ന ഇവർക്ക് സെയിൽസ് കൂടുതൽ അച്ചീവ് ചെയ്യാവുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് ഇനി കുറച്ച് ടൈം എടുക്കും. വണ്ടികൾ എന്തായാലും വരുന്നുണ്ട്. ഏതായാലും 11th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഫോക്സ് വാഗൻ ആണ്. ഫോക്സ് വാഗന് കഴിഞ്ഞ വർഷം മൊത്തത്തിൽ 43,481 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. 2022 42,481 വണ്ടികളുടെ സെയിൽസുമാണ് കിട്ടിയത്. അതായത് 1000 വണ്ടികൾ ഇവർ 2023 കൂടുതൽ വിറ്റിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. 2.35% ആണ് ഇവർക്ക് വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോത്ത് പെർസെൻറ്റേജ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും, അയ്യേ അത്ര ഉള്ളൂ, അത് ഏറ്റവും കുറവായിരിക്കില്ലേ ഗ്രോത്ത് പെർസെൻറ്റേജ് എന്ന്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല, അതിലും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വേറൊരു കമ്പനിയും കൂടെ ഉണ്ട്. അതായത് ഇത് രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള കമ്പനിയാണ് നമ്മുടെ ഫോക്സ് വാഗൻ. ഇവർക്ക് പിന്നെ കഴിഞ്ഞ വർഷം മേജർ ലോഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സെയിൽസ് ഒക്കെ ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിരുന്നു എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി റെനോ ആണ്. റെനോയ്ക്ക് കഴിഞ്ഞ വർഷം മൊത്തത്തിൽ 48,321 വണ്ടികളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. വൻ ഇടിവാണ് റെനോയുടെ സെയിൽസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. കാരണം 2022 81,042 വണ്ടികൾ വിറ്റ കമ്പനിയാണ് ഇവർ. 32,721 വണ്ടികളുടെ വ്യത്യാസമുണ്ട്. 40.38% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അത് വളരെ കൂടുതലാണ്. കാരണം ഇയർ ഓൺ ഇയർ ബേസിസിലൊക്കെ ഇത്രയും ഡീഗ്രോത്ത് വരിക എന്ന് പറഞ്ഞാൽ അവർ പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇവരുടെയും നിസാൻ്റെ ആണ് ഇനിയിപ്പോൾ പുതിയ വണ്ടികൾ വരാൻ പോകുന്നത്. 2025 ഒക്കെ ആയിട്ട് വരുള്ളൂ. പക്ഷേ അറ്റ്ലീസ്റ്റ് അപ്പോഴേക്കെങ്കിലും വരും. ഒരു കുറേ പുതിയ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ 9th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി സ്കോഡയാണ്. നോർമലി ഫോക്സ് വാഗൻ കഴിഞ്ഞ തൊട്ട് മുകളിൽ സ്കോഡ ആയിരിക്കും. പക്ഷേ എന്നാൽ ഇത് റെനോ കൂടെ കഴിഞ്ഞിട്ടാണ് സ്കോഡ വന്നിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് 48,755 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ഫുൾ വർഷം. അതായത് ഫോക്സ് വാഗൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 5000 വണ്ടികൾ കൂടുതലാണ് എന്ന് പറയാം. 2022 53,721 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു അവർക്ക് ടോട്ടൽ കിട്ടിയത്. അതായത് അവിടെ വ്യത്യാസം 4,966 വണ്ടികളുടെയും. അതുപോലെ ഡീഗ്രോത്ത് റേറ്റ് 9.24% ആണ്. ഫോക്സ് വാഗന് ചെറിയ ഗ്രോത്ത് ഉണ്ടെങ്കിലും സ്കോഡയ്ക്ക് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയൊരു ഡീഗ്രോത്ത് ആണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡീഗ്രോത്ത് റേറ്റ് ആണ്. 50,000-അടുത്തൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരിക്കലും മോശം എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ 2 കമ്പനികളും ഒരുമിച്ച് ഒരു പ്ലാന്റിലാണ് വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ലാഭമായിട്ട് എടുത്ത് വേണമെങ്കിൽ കൂട്ടാൻ പറ്റും, രണ്ടും കൂടെ ഒരുമിച്ച്.
അതുപോലെ തന്നെ ഇനി നമ്മുടെ അടുത്ത കമ്പനി എം ജി ആണ്. എം ജിക്ക് കഴിഞ്ഞ വർഷം ടോട്ടൽ 56,902 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. 48,063 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു 2022 കിട്ടിയത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന സ്കോഡ, ഫോക്സ്വാഗൻ, റെനോ ഇവരൊക്കെ ഓവർടേക്ക് ചെയ്ത് എം ജി മുമ്പിൽ കയറി എന്ന് നമുക്ക് പറയാം. കുറേ കാലം എം ജി ഒരുപാട് കളിയാക്കലുകളൊക്കെ നേരിട്ടിരുന്നൊരു കമ്പനിയായിരുന്നു. പക്ഷേ എന്നാൽ അതൊക്കെ ഓവർകം ചെയ്താണ് അവരിങ്ങനെ ഒരു ഗ്രോത്തിൽ വന്നിരിക്കുന്നത്. വളരെ നന്നായി. 8,839 വണ്ടികളുടെ ഡിഫറൻസും 18.39% ഇവർക്ക് വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോത്ത് പെർസെൻറ്റേജ്. ഇനി 7th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ ഹോണ്ടയാണ്. ഹോണ്ടയ്ക്ക് കഴിഞ്ഞ മാസം 84,286 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. പക്ഷേ 2022 95,022 വണ്ടികളുടെ സെയിൽസും കിട്ടിയതായിരുന്നു. 10,736 വണ്ടികളുടെ ലോസും 11.3% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വലിയ ഡീഗ്രോത്ത് റേറ്റ് അല്ല. അതായത് 4ാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് റേറ്റ് ആണ്. ഓർ വേറെ ഭാഷയിൽ പറഞ്ഞാൽ 2ാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് റേറ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാൽ പോലും അവർ കഴിഞ്ഞ വർഷം എലവേറ്റൊക്കെ ഇറക്കിയതാണ്. അത് വെച്ച് അവർ സെയിൽസ് അതൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കുറവ് സെയിൽസ് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് 2022 അവർക്ക് മേജറായിട്ടുള്ള ലോഞ്ചസ് ഒന്നും ഇല്ലാതെ എന്നിട്ട് പോലും. എന്തായാലും അടുത്തതായി 6th പൊസിഷൻ നമ്മുടെ ടൊയോട്ടയാണ്. ടൊയോട്ടയ്ക്ക് കഴിഞ്ഞ വർഷം 2,21,356 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയിരിക്കുന്നത്. 2022 പക്ഷേ 1,60,357 വണ്ടികളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 60,999 വണ്ടികളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അതായത് 61,000 വണ്ടി കുറവ്. ഓക്കെ, എന്തായാലും ഇവരുടെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 38.04% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് അത് നമ്മൾ കൂട്ടത്തിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ് സെട്രോൻ കഴിഞ്ഞതിന് ശേഷം. ആൻഡ് സെട്രോയിന് ലോ വോളിയം സെയിൽസിനാണ് ഇത്രയും ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നത്. ടൊയോട്ടയുടെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ ടൊയോട്ട വളരെ ഗംഭീരമായിട്ട് മുന്നേറുന്നു എന്ന് തന്നെ പറയാം. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നമ്മുടെ ടൊയോട്ടയും വെട്ടിച്ച് കയറിയിരിക്കുന്ന കിയ ആണ്. കിയയ്ക്ക് കഴിഞ്ഞ വർഷം 2,55,000 വണ്ടികളുടെ കറക്റ്റ് അത്രയും വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയിരിക്കുന്നത്. 2022 ഇത്തിരി കുറവായിരുന്നു. 2,54,556 വണ്ടികളുടെ, അതായത് 444 വണ്ടികളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചെറിയ ഗ്രോത്ത് റേറ്റിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. 0.17% ആണ് ഇവർക്ക് വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോത്ത് പെർസെൻറ്റേജ്. കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് ഉണ്ട് എന്ന് പറയാം. പക്ഷേ എന്നാൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് കേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തതായി 4th പൊസിഷനിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ സ്വന്തം മഹീന്ദ്രയാണ് അവിടെ നിൽക്കുന്നത്. 4,32,876 വണ്ടികളുടെ സെയിൽസാണ് 2023 മഹീന്ദ്രയ്ക്ക് ലഭിച്ചത്. പക്ഷേ 2022 3,35,088 വണ്ടികളുടെ സെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ. 97,788 വണ്ടികളുടെ വ്യത്യാസം വന്നിട്ടും 28.18% ആണ് അവർക്ക് വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോത്ത് പെർസെൻറ്റേജ്. എന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽ നോക്കുമ്പോൾ 3ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ മറ്റതൊക്കെ പറയുന്ന പോലെ അത് കുറച്ചും കൂടി സെയിൽസ് കുറവായിട്ടും അത്രയും ഗ്രോത്ത് കൂടിയല്ലോ. ഇവിടെ പക്ഷേ അങ്ങനെ കാണാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം സെയിൽസ് കൂടുന്നതനുസരിച്ച് ഗ്രോത്ത് പെർസെൻറ്റേജിൽ വരുന്ന ഒരു ഡിഫറൻസ് കുറയും. പക്ഷേ എന്നാൽ ഇത്രയും ഹൈ വോളിയം സെയിൽസിൽ ഈ രീതിയിൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. മഹീന്ദ്രയ്ക്ക് പിന്നെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ ഇഷ്യൂ ആണ് 2020 മുതൽ. അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഇതിന് മുകളിലേക്ക് പോകാൻ പറ്റും സെയിൽസിൻ്റെ കാര്യത്തിൽ. ഇനി അടുത്തതായി 3rd പൊസിഷനിലിരിക്കുന്ന നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് ആണ്. ഇവർക്ക് കഴിഞ്ഞ വർഷം 5,50,871 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. പക്ഷേ അതേസമയം 2022 5,26,798 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല, 24,073 വണ്ടികളുടെ വ്യത്യാസമുള്ളൂ. ഇത്രയും 5 ലക്ഷത്തിന് മുകളിലൊക്കെ സെയിൽസ് വരുന്ന സമയത്ത് ഈ ചെറിയ ഡിഫറൻസ് അത്ര നമ്മൾ വലുതായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. 4.57% ഗ്രോത്ത് റേറ്റുമാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ടോട്ടൽ സെയിൽസിൻ്റെ കാര്യത്തിൽ ടാറ്റ വളരെ ഇംപ്രസീവായിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. പ്രത്യേകിച്ച് അവരുടെ ലേറ്റസ്റ്റ് വണ്ടികളൊക്കെ ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടികളും കൂടിയാണ് എന്നും പറയേണ്ടിയിരിക്കുന്നു. ഇനി ഇഷ്ടംപോലെ ലോഞ്ചസ് ഈ വർഷമുണ്ട്. ഇനി അടുത്തതായി 2nd പൊസിഷനിലിരിക്കുന്ന നമ്മുടെ സ്വന്തം ഹ്യുണ്ടായി ആണ്. ഹ്യുണ്ടായിക്ക് കഴിഞ്ഞ വർഷം 6,02,111 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. 5,52,511 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു ഇവർക്ക് 2022 ലഭിച്ചത്. എന്ന് വെച്ചാൽ 49,600 വണ്ടികളുടെ സെയിൽസാണ് ഇവർക്ക് കിട്ടിയത്. 8.98% ഗ്രോത്ത് റേറ്റ് ആണ് അവർക്ക് വന്നിരിക്കുന്നത്. എഗെയിൻ കമ്പയർ ചെയ്യാൻ പറ്റുന്നതിൽ വലിയ കുഴപ്പമില്ലാത്ത ഗ്രോത്ത് പെർസെൻറ്റേജ് ഉണ്ട്. സെയിൽസിൻ്റെ കാര്യത്തിൽ ഇവരും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം, പ്രത്യേകിച്ച് ഗ്രോത്ത് പെർസെൻറ്റേജ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ. ഇനി അടുത്തതായി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന കാർ നിർമ്മാണ കമ്പനി മാരുതി സുസുക്കി തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. 17,07,668 വണ്ടികളുടെ സെയിൽസാണ് ഇവർ വരുത്തിയിരിക്കുന്നത്. ആൻഡ് 15,76,025 വണ്ടികളുടെ സെയിൽസാണ് ഇവർക്ക് 2022 കിട്ടിയത്. 1,31,643 വണ്ടികളുടെ വ്യത്യാസമുണ്ട്. അതായത് അത്രയും ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. ഇവർക്ക് ഗ്രോത്ത് വന്നിരിക്കുന്നത് തന്നെ നമ്മളെ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 7ാമത്തെ 8ാമത്തെ ഒക്കെ വന്നിരിക്കുന്ന വണ്ടികൾക്ക് അത്രയും പോലും സെയിൽസ് ടോട്ടൽ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടില്ല. അത്രയും ഗ്രോത്ത് ഉണ്ട്. 8.35% ആണ് വന്നിരിക്കുന്ന ഗ്രോത്ത് റേറ്റ്. എന്തായാലും മാരുതി സുസുക്കി എപ്പോഴത്തേയും പോലെ തന്നെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഗൈസ്, അപ്പോൾ അതാണ് 2023 2022 വന്ന നമ്മുടെ കാർ കമ്പനികളുടെ സെയിൽസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.